ഭാരതീയ പൗരത്വ നിയമത്തിലെ ഭേദഗതികൾ കേവലം രാഷ്ട്രീയ ചർച്ചകൾക്കും നിയമനിർമ്മാണങ്ങൾക്കുമപ്പുറം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അസമിലെ ബരാക് വാലിയിൽ നിന്നുള്ള ദീപാലി ദാസ് എന്ന 59 വയസ്സുകാരിയുടെ ജീവിതം. വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കും തടങ്കൽ പാളയങ്ങളിലെ ദുരിതപൂർണമായ നാളുകൾക്കുമൊടുവിൽ ഭാരതീയ പൗരയായി അവർ അംഗീകരിക്കപ്പെടുമ്പോൾ അത് പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA എന്ന നിയമത്തിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്കും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. ബംഗ്ലാദേശിൽ ജനിച്ച് ഇന്ത്യയിലേക്ക് കുടിയേറി പിന്നീട് വിദേശിയായി മുദ്രകുത്തപ്പെട്ട് തടവിലാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് എങ്ങനെ പുതിയ നിയമം തുണയായി എന്നത് ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ദീപാലി ദാസിൻ്റെ ജീവിതകഥ ആരംഭിക്കുന്നത് ഇന്നത്തെ ബംഗ്ലാദേശിലെ സിൽഹെറ്റ് ജില്ലയിലുള്ള ദിപ്പൂർ ഗ്രാമത്തിലാണ്. 1966 ഡിസംബർ 3 ജനിച്ച ദീപാലി തൻ്റെ 20കളിലാണ് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത്. 1986 ജനുവരിയിൽ മതപരമായ വിവേചനങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും രക്ഷ തേടിയാണ് അവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. തൊട്ടടുത്ത വർഷം അസമിലെ പാരായ് ഗ്രാമവാസിയായ അഭിമന്യു ദാസിനെ വിവാഹം കഴിച്ചതോടെ അവർ അസമിൻ്റെ മണ്ണിൽ തൻ്റെ ജീവിതം പടുത്തുയർത്താൻ ശ്രമിച്ചു. എന്നാൽ 2013 പോലീസ് നടത്തിയ ഒരു അന്വേഷണമാണ് അവരുടെ ജീവിതം കീഴ്മേൽ മറിച്ചത്. നിയമവിരുദ്ധമായി ഇന്ത്യയിൽ പ്രവേശിച്ചു എന്നാരോപിച്ച് പോലീസ് ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയും കേസ് ഫോറിനേഴ്സ് ട്രൈബ്യൂണലിൻ്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു. അസമിലെ വിദേശി ട്രൈബ്യൂണലുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അർദ്ധ ജുഡീഷ്യൽ സംവിധാനങ്ങളുണ്ട്. ദീപാലി ദാസിൻ്റെ കേസിൽ 2019 ഫെബ്രുവരി 5 ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച വിധി അവർക്ക് കനത്ത ആഘാതമായിരുന്നു. 1971 മാർച്ച് 25 ശേഷം ഇന്ത്യയിലേക്ക് വന്നവരാണ് എന്ന കണ്ടെത്തലോടെ അവരെ ഒരു വിദേശിയായി പ്രഖ്യാപിച്ചു. ഭാരതത്തിൽ താമസിക്കാൻ അവകാശമില്ലെന്നും അവരെ തിരിച്ചയക്കണമെന്നും വിധി വന്നു. ഇതിനെ തുടർന്ന് 2019 മെയ് മാസം മുതൽ അവർ പടിഞ്ഞാറൻ അസമിലെ മറ്റിയയിലുള്ള തടങ്കൽ പാളയത്തിലായി. 2 വർഷത്തോളം നീണ്ട തടവ് ജീവിതത്തിന് ശേഷം 2021 അവർക്ക് ജാമ്യം ലഭിച്ചത്. ഈ കാലയളവിൽ അവരുടെ വോട്ടവകാശം റദ്ദാക്കപ്പെടുകയും അവർ സ്വന്തം നാട്ടിൽ ഒരു അപരിചിതയായി മാറുകയും ചെയ്തു. എന്നാൽ 2019 പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം ദീപാലി ദാസിനെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. 2014 ഡിസംബർ 31 മുമ്പ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് മതപരമായ പീഡനങ്ങൾ ഭയന്ന് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാമെന്നതാണ് ഈ നിയമത്തിൻ്റെ കാതൽ. ദീപാലി ദാസ് ഈ നിയമപ്രകാരം 2025 ഫെബ്രുവരി 12 പൗരത്വത്തിനായി അപേക്ഷ സമർപ്പിച്ചത്. സിൽച്ചർ ആസ്ഥാനമായുള്ള അഭിഭാഷകരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും സഹായത്തോടെ നടന്ന ഈ നിയമ പോരാട്ടം ഒടുവിൽ 2026 മാർച്ചിൽ വിജയത്തിലെത്തി. അവർക്ക് ഔദ്യോഗികമായി പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ തടങ്കൽ പാളയത്തിൽ കഴിഞ്ഞിരുന്ന ഒരാൾ CAA വഴി പൗരത്വം നേടുന്ന ആദ്യ സംഭവമായി ഇത് മാറി. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് 2013 പോലീസ് സമർപ്പിച്ച ചാർജ് ഷീറ്റാണ് എന്നത് വൈരുദ്ധ്യമായി തോന്നാം. സാധാരണഗതിയിൽ പൗരത്വത്തിന് അപേക്ഷിക്കുമ്പോൾ തങ്ങൾ ബംഗ്ലാദേശിൽ നിന്നാണ് വന്നതെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ പലർക്കും സാധിക്കാറില്ല. എന്നാൽ ദീപാലിയുടെ കാര്യത്തിൽ പോലീസ് മുൻപ് തയ്യാറാക്കിയ രേഖകളിൽ അവർ ബംഗ്ലാദേശിലെ ബനിയാചോങ്ങിൽ നിന്നാണ് വന്നതെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തങ്ങളെ പുറത്താക്കാൻ പോലീസ് ഉപയോഗിച്ച അതേ രേഖ പൗരത്വം നേടാനുള്ള പ്രധാന തെളിവായി മാറി എന്നത് ഈ കേസിലെ രസകരമായ ഒരു വശമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടറേറ്റ് ഈ രേഖകൾ ശരിവെക്കുകയും അവർക്ക് ഭാരതീയ പൗരത്വം നൽകാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇനി CAA എന്ന നിയമത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കുന്നത് ഈ സന്ദർഭത്തിൽ ആവശ്യമാണ്. പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ കുറഞ്ഞത് 1 വർഷമെങ്കിലും തുടർച്ചയായി ഇന്ത്യയിൽ താമസിച്ചവരായിരിക്കണം. കൂടാതെ മുൻപുള്ള 8 വർഷങ്ങളിൽ 6 വർഷമെങ്കിലും ഇന്ത്യയിൽ കഴിഞ്ഞിരിക്കണം. അപേക്ഷകർ തങ്ങളുടെ പഴയ പൗരത്വം ഉപേക്ഷിക്കുന്നതായും ഇന്ത്യയെ സ്ഥിരം വാസസ്ഥലമാക്കാൻ ആഗ്രഹിക്കുന്നതായും സത്യപ്രസ്താവന നൽകേണ്ടതുണ്ട്. കൂടാതെ തങ്ങൾ നിർദ്ദിഷ്ട മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് തെളിയിക്കുന്നതിന് പ്രാദേശികമായി അംഗീകരിക്കപ്പെട്ട കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. പാസ്പോർട്ട് പോലെയുള്ള വിദേശ രേഖകൾ നിർബന്ധമല്ല എന്നത് ദീപാലി ദാസിനെ പോലെയുള്ള സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. എങ്കിലും CAA എന്ന നിയമം അസമിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിട്ടുണ്ട്. 1985 ഒപ്പിട്ട അസം കരാർ പ്രകാരം 1971 മാർച്ച് 25 ശേഷം വന്ന എല്ലാ വിദേശികളെയും മതഭേദമന്യേ പുറത്താക്കണമെന്നതായിരുന്നു വ്യവസ്ഥ. എന്നാൽ CAA ഈ കാലപരിധി 2014 വരെ നീട്ടുകയും മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് ഇളവ് നൽകുകയും ചെയ്തു. ഇത് അസമിലെ ജനസംഖ്യാ ഘടനയെ ബാധിക്കുമോ എന്ന ഭയം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്.
എന്നാൽ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഗോത്രവർഗ മേഖലകളെയും ഇന്നർ ലൈൻ പെർമിറ്റ് ബാധകമായ സംസ്ഥാനങ്ങളെയും ഈ നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള നീക്കമാണ് നടന്നിരിക്കുന്നത്. ദീപാലി ദാസിന്റെ പൗരത്വ ലബ്ധി അവരുടെ കുടുംബത്തിനും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഭാരതത്തിൽ ജനിച്ച അവരുടെ 4 മക്കൾക്കും ഭാവിയിൽ തങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടാൽ അമ്മയുടെ ഈ സർട്ടിഫിക്കറ്റ് ഒരു വലിയ കരുതലായിരിക്കും. നിയമപരമായ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ നീറിപ്പുകഞ്ഞ ഒരു കുടുംബത്തിന് ഇത് നൽകുന്ന സുരക്ഷിത ബോധം ചെറുതൊന്നുമല്ല. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും മതപരമായ പീഡനങ്ങൾ അനുഭവിച്ച് അയൽ രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്ത മനുഷ്യർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരവസരം ഈ നിയമം നൽകുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ചുരുക്കത്തിൽ നിയമം വെറും കടലാസിലെ അക്ഷരങ്ങളല്ലെന്നും അവ മനുഷ്യരുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ ശേഷിയുള്ളതാണെന്നും ദീപാലി ദാസിന്റെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തടങ്കൽ പാളയത്തിലെ ഇരുട്ടിൽ നിന്ന് പൗരത്വത്തിൻ്റെ വെളിച്ചത്തിലേക്കുള്ള അവരുടെ യാത്ര CAA എന്ന നിയമത്തിൻ്റെ പ്രായോഗികമായ ഒരു വിജയമായി വിലയിരുത്തപ്പെടുന്നു. ഇത് കേവലം ഒരാളുടെ മാത്രം ജീവിതകഥയല്ല, മറിച്ച് സ്വത്വവും പൗരത്വവും തേടി അലയുന്ന നിരവധി മനുഷ്യരുടെ പോരാട്ടങ്ങളുടെ പ്രതിഫലനം കൂടിയാണ്. വരും കാലങ്ങളിൽ സമാനമായ നിരവധി അപേക്ഷകൾ പരിഗണിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ പൗരത്വ നിയമത്തിലെ ഈ മാറ്റങ്ങൾ രാജ്യത്തിൻ്റെ സാമൂഹിക ഭൂപടത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.